ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കഷ്ണം പീസും ഉണ്ട്. അതായത് ചെറിയ കഷ്ണം പീസാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ പീസ്. ഈ പീസും കൊണ്ട് ഞാനൊരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്, അതായത് കൊച്ചു കുട്ടിക്കുള്ള ഫ്രോക്ക് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ചെയ്യുമ്പോൾ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് താഴെ കൊടുക്കുന്ന പ്ലേറ്റാണ്. പ്ലേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചുരുക്കിട്ട് ഇങ്ങനെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് മോളി വെക്കേണ്ട പീസാണ് കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മോളിൽ ഇങ്ങനെ കൊടുക്കാൻ പോവാണ് കണ്ടോ. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ലെങ്ത് വരേണ്ടത് നമുക്ക് ഉള്ള പോലാണ് ഞാൻ തുണി എടുക്കുന്നത്. ടോട്ടൽ 20ഓ 22ഓ 23ഓ ഒക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത് വന്നേക്കുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ ഞാൻ മടക്കിയാണ് കൊടുക്കുന്നത്. മടക്കി കൊടുക്കുമ്പോൾ വരുന്നത് ഒരു 4 വരുള്ളൂ. ബാക്കി തയ്യലിൽ പോകുമല്ലോ, ഇങ്ങനെ തയ്ച്ച് പോകും. തയ്ച്ചിട്ട് ഞാൻ ഓരോ പീസും കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ചുരുക്കാണ് കേട്ടോ ഇടുന്നത്. ചുരുക്കിട്ടു. ഓക്കെ, ചുരുക്കിട്ടതിന് ശേഷം ഈ പീസാണ് നമ്മളിവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക മോളില്, അതായത് മോളില്. അപ്പൊ ഇത്രയും നമുക്ക് ഇല്ല ബെൽറ്റ് പോലത്തെ ഒരു മോഡലായി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ പീസ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഒരു ലേസും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വെച്ചു. ഓരോന്ന് ജോയിൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ ലെങ്ത് നമ്മൾ എടുക്കുന്നത്, ഞാൻ എടുക്കുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 18ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. മുകളിലേക്ക് ഒരു 4 ഇഞ്ച് കൂടെ വരും കേട്ടോ, ഒരു 4 ഇഞ്ച് കൂടെ വരും. അപ്പോൾ 18 4 22ആണ് വരുന്നത്. ഇവിടെ താഴത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം, ഇതിന്റെ കഷ്ണം തുണി ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ എടുക്കുന്ന സൈസ് എന്ന് വെച്ചാൽ അതിന്റെ പിന്നെ ചെസ്റ്റിന്റെ സൈസ് വന്നേക്കുന്നത് 26 സൈസാണ് കേട്ടോ. 26 സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പീസും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കഷ്ണം പീസ് നമ്മൾ ചുമ്മാതെ കളയാതെ, വെറുതെ കളയാതെ ഇതേപോലെ ഒരു ടോപ്പോ അല്ലെ കുഞ്ഞു ഫ്രോക്കോ എന്ത് വേണേലും നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഈ 2 പീസും തയ്ച്ചു കഴിഞ്ഞു കണ്ടോ. 2 പീസ് തയ്ച്ചു. ഇനി ഇതിന്റെ പുറത്തേക്ക് ഞാൻ ഈ പീസ് കൊടുക്കാം കണ്ടോ. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ബെൽറ്റ് പീസും കൂടെ കൊടുക്കും. അപ്പോൾ സൈഡ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോപ്പായി. ഇതിനാവശ്യത്തിന് നമുക്ക് ലേസും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് തയ്ച്ചിട്ട് ഇത് ഇത്രയും ചെയ്തത് ഞാൻ കാണിച്ചു. ഇനി അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഉടുപ്പ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. അതായത് ഇത് കഷ്ണം പീസാണ്. ഇതൊരെണ്ണം ഇത് നമുക്ക് ടോപ്പാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ മോഡൽ തന്നെ ഫ്രോക്കല്ല, ഇത് ടോപ്പായിട്ട് ഇടാനാണ്. കണ്ടല്ലോ. ഓക്കെ, എത്ര കഷ്ണമാണ് എടുത്തേക്കുന്നത്? ഇതൊരു കഷ്ണങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. തയ്ച്ചു കഴിഞ്ഞു ഞാൻ കണ്ടോ. കഷ്ണം പീസാണ്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. തുടക്കക്കാർക്കാണ് ഏറ്റവും, പിന്നെ തയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്നവർക്ക് പിന്നെ അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ സിമ്പിൾ, ചെറിയൊരു ഉടുപ്പാണ് കണ്ടോ. ഇത് ടോപ്പായിട്ടും ഇടാൻ വേണമെങ്കിൽ, അതല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് ഫ്രോക്കായിട്ടും ഇടാം, അതല്ലെങ്കിൽ ടോപ്പായിട്ടും ഇടാം കേട്ടോ. ഞാൻ 27ന്റെ അളവിലാണ് എടുത്തേക്കുന്നത്, 25 ഇഞ്ചിൻ്റെ ആ അളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഓക്കെ, ബൈ, താങ്ക് യു.